ഇപ്പോൾ നോക്കാം. ഫസ്റ്റിൽ മെനു ക്ലിക്ക് ചെയ്യാം. അതിൽ IMSൽ ട്രാൻസാക്ഷനിൽ സെയിൽസ് ഓർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെയിൽസ് ഓർഡറിൻ്റെ ഫോം ഓപ്പൺ ആയി വരും. ഫസ്റ്റ് തന്നെ ഇൻവോയ്സ് നമ്പറാണ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇൻവോയ്സ് നമ്പർ ലാസ്റ്റ് ഇൻവോയ്സ് ട്രാൻസാക്ഷൻ അനുസരിച്ച് ലോഡായിട്ട് വരും. അതിനുശേഷം കസ്റ്റമറെ ചൂസ് ചെയ്യാനുള്ള സെക്ഷനാണ്. കസ്റ്റമർ ഡിഫോൾട്ടായിട്ട് ജനറൽ കസ്റ്റമർ സെലക്റ്റഡ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നെയിം ടൈപ്പ് ചെയ്യാം, അതൊന്ന് ചൂസ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വരുന്ന ഫീൽഡ് എന്ന് പറയുന്നത് സപ്ലൈ മെത്തേഡാണ്. ഡിഫോൾട്ടായിട്ട് നിങ്ങൾ ഏതാണോ കസ്റ്റമറെ സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന അത് സെറ്റായി വരും. അല്ലാതെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ അവിടെ ഡ്രോപ്പ് ഡൗൺ ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ട്രാൻസാക്ഷൻ ഡേറ്റ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു മോർ ബട്ടൺ ഉണ്ട്. അവിടെ ബിൽ കറൻസി, യൂസർ, സെയിൽസ്മാൻ, അറ്റൻഷൻ ടു, റെഫറൻസ് നമ്പർ, അങ്ങനെ കുറേ ഫീൽഡുകളുണ്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളെങ്ങനെ ഈ സെയിലിന് വേണ്ട പ്രൊഡക്ട്സിനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ പ്രൊഡക്റ്റ് കോഡോ പ്രൊഡക്റ്റ് നെയിമോ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ അത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ പാക്കിംഗ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ പാക്കിംഗ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ പാക്കിംഗ് ചൂസ് ചെയ്യാം. ക്വാണ്ടിറ്റി കൊടുക്കുക. ക്വാണ്ടിറ്റി കൊടുത്തതിന് ശേഷം നിങ്ങൾ റേറ്റ് ഓൾറെഡി പ്രൊഡക്റ്റ് സേവ് ചെയ്യുന്ന സമയത്ത് സെറ്റ് ചെയ്ത റേറ്റ് വരും. അല്ല നിങ്ങൾക്ക് മാറ്റി റേറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ റേറ്റ് മാറ്റി കൊടുക്കാം. അതിനുശേഷം അതിനനുസരിച്ചിട്ടുള്ള എമൗണ്ടൊക്കെ ഓട്ടോമാറ്റിക്കലി ലോഡായി വരുന്നതാണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സിന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു റോ കോഡ് അഡീഷണൽ ആയിട്ട് ആഡായി വരും. അവിടെ ഏതാണോ പ്രൊഡക്റ്റ് എന്നുള്ളത് അത് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പാക്കിംഗ് ചൂസ് ചെയ്യാം, ക്വാണ്ടിറ്റി ചൂസ് ചെയ്യാം. അതിനുശേഷം റേറ്റ് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. നെക്സ്റ്റ് ഡയറക്റ്റ് നിങ്ങൾക്ക് ഇപ്പം ഇത്രയും 2 പ്രൊഡക്റ്റ് മതി, ഇനിയും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ല ഈ 2 എണ്ണം മതിയെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിൽസ് ഓർഡർ സേവ് ആയി. ഇനി ഇവിടെ ലിസ്റ്റ് സെയിൽസ് ഓർഡർ എന്ന് പറഞ്ഞ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് ഓർഡറിൻ്റെ ലിസ്റ്റ് ഫോമിലേക്ക് വരും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ സെയിൽസ് ഓർഡറിനെ GDN ആയിട്ടോ അല്ലെങ്കിൽ സെയിൽസ് ഇൻവോയ്സ് ആയിട്ടോ കൺവേർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നോട്ട് കൺവേർട്ടഡ് എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. ക്ലിക്ക് ചെയ്താൽ ഒരു ഫോമിലേക്ക് വരും. ഇവിടെ നിന്ന് ഗുഡ്സ് ഡെലിവറി നോട്ടിലേക്കും സെയിൽസ് ഇൻവോയ്സിലേക്കും കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഗുഡ്സ് ഡെലിവറി നോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് GDN ഫോമിലേക്ക് വരും. നിങ്ങൾ കൊടുത്ത ഡാറ്റാസ് അതേപോലെ ഇവിടെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ടാവും. ജസ്റ്റ് നിങ്ങൾ ഇവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, അത് GDN ആയിട്ട് കൺവേർട്ട് ആയി കഴിഞ്ഞു. നിങ്ങൾക്കത് കാണണമെങ്കിൽ ഇവിടെ ഈ ലിസ്റ്റ് ഗുഡ്സ് ഡെലിവറി നോട്ട് എന്ന് പറഞ്ഞ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. അല്ല ഡയറക്റ്റ് നിങ്ങൾക്ക് മെനുവിൽ പോകണമെങ്കിൽ IMSൽ റിപ്പോർട്ട്സിൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിൽ ഗുഡ്സ് ഡെലിവറി നോട്ട് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്താൽ മതി. സെയിൽസ് ഓർഡറും അതുപോലെ തന്നെ അങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി സെയിൽസ് ഇൻവോയ്സ് ആണെങ്കിൽ അതും അതുപോലെ തന്നെ നിങ്ങൾക്ക് മെനുവിലൂടെ ഡയറക്റ്റ് ആയിട്ട് ഈ റിപ്പോർട്ട്സിൽ പോയി കഴിഞ്ഞാൽ എടുക്കാവുന്നതാണ്. ഇനി ഈ ഗുഡ്സ് ഡെലിവറി നോട്ടിലേക്ക് വന്ന ഡാറ്റയെ നമ്മൾ ഇനി സെയിൽസ് ഇൻവോയ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഇവിടെ നോട്ട് കൺവേർട്ടഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അതിനെ സെയിൽസ് ഇൻവോയ്സിൻ്റെ ഫോമിലോട്ട് ലോഡ് ചെയ്ത് വന്നു. അവിടുന്ന് ജസ്റ്റ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ചെയ്ത ആ സെയിൽസ് ഓർഡറിനെ GDN ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം അതിനെ സെയിൽസ് ഇൻവോയ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി ഇങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഡയറക്റ്റ് സെയിൽസ് ഇൻവോയ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ മാത്രം ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഇനി നിങ്ങൾക്ക് സെയിൽസ് ഓർഡർ ചെയ്യാതെ ഡയറക്റ്റ് സെയിൽസ് അടിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മാസ്റ്റേഴ്സിൽ പോയിട്ട് IMSൽ ട്രാൻസാക്ഷനിൽ പോയിട്ട് സെയിൽസ് ഇൻവോയ്സ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ സെയിൽസ് ഇൻവോയ്സിൻ്റെ ഫോം വരും. നേരത്തെ കൊടുത്ത പോലെ തന്നെ ഡാറ്റാസൊക്കെ കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആവും. ഇനി നമ്മൾ സെയിൽസ് ഇൻവോയ്സ് ചെയ്ത ഡാറ്റേനെ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ചെയ്തത് ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടാവും. അതിലിവിടെ ഈ ഒരു ഷോ ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഈ ഒരു ഐൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത ഡാറ്റേനെ ഇവിടെ കാണാവുന്നതാണ്. അതിനുശേഷം ഇവിടെ എഡിറ്റ്, നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും ലിസ്റ്റിൽ പോവാം. ഇവിടുന്ന് ക്ലിക്ക് ചെയ്യാം, ജസ്റ്റ് എഡിറ്റിൻ്റെ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് അപ്ഡേറ്റ് കൊടുത്താൽ ട്രാൻസാക്ഷൻ അപ്ഡേറ്റ് ആയി. ഇനി ലിസ്റ്റിൽ വന്നാൽ ലിസ്റ്റിൽ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്, പ്രിൻറ്റിൻ്റെ ഓപ്ഷൻ, അതുപോലെ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്.